أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ഒരുപാട് പുണ്യമുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. നാമൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന നിസ്കാരം കൂടിയാണ്. പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം എന്താണ്? മടി കൊണ്ടാണ്. ആ സമയമാകുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ മടിയാകുന്നു. ചിലപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് അൽറാമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ മടി വന്ന് അൽറാം ഓഫാക്കി പിന്നീട് കിടന്നിറങ്ങുന്ന ഒരു സമ്പ്രദായമാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളത്. എന്നാൽ ആ മടിയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി തഹജ്ജുദ് നിസ്കാരം നല്ല ഉന്മേഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് ചില കാര്യങ്ങൾ ഉറങ്ങുമ്പോൾ ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? അതായത് സൂറത്തുൽ കഹ്ഫിലെ 109, 110 എന്നീ ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഇതാണ് സൂറത്തുൽ കഹ്ഫിലെ 109, 110 എന്നീ രണ്ട് ആയത്തുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് 7 പ്രാവശ്യം പാരായണം ചെയ്യുക. 2 ആയത്തുകൾ മാത്രമാണ്. 7 പ്രാവശ്യം നല്ല നിയത്തോടു കൂടെ, അതായത് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ യാതൊരു മടിയുമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റണം എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ, നല്ല നിയത്തോടുകൂടെ 7 പ്രാവശ്യം ഈ ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 1 പ്രാവശ്യം ഓതി കിടന്നുറങ്ങിയാൽ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ യാതൊരു മടിയുമില്ലാതെ നല്ല ഉത്സാഹത്തോടുകൂടെ നല്ല ഉന്മേഷത്തോടുകൂടെ എഴുന്നേൽക്കാൻ പറ്റുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തഹജ്ജുദ് നിത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.